സീറോ മലബാർ സഭയിൽ സിനഡ് കുർബാന നിർബന്ധമാക്കിക്കൊണ്ടും അത് അംഗീകരിക്കാൻ പറ്റാത്ത വിമതന്മാർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറത്തിറക്കിയ സർക്കുലറിനെ എതിർത്ത് വിമത നേതാക്കൾ രംഗത്തെത്തി. ഒരു കാരണവശാലും സർക്കുലർ അംഗീകരിക്കില്ലെന്നും സിനഡ് കുർബാന നടക്കില്ലെന്നുമാണ് വിമത നേതാക്കൾ ഫാദർ കുര്യാക്കോസ് മുണ്ടാടന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആ സമ്മേളനത്തിൽ കുര്യാക്കോസ് മുണ്ടാടൻ പറയുന്നു, സിനഡാണ് പരമാധികാരിയെന്ന്. സിനഡിൽ ചർച്ച ചെയ്യാതെ ഇറക്കുന്ന സർക്കുലർ സ്വീകാര്യമല്ല എന്ന്. അപ്പോൾ പിന്നെ ഈ സിനഡ് അല്ലേ അന്തിമ തീരുമാനമെടുക്കേണ്ടത്? അങ്ങനെ എടുക്കുന്ന തീരുമാനം അനുസരിക്കേണ്ടതല്ലേ? 1999-ലും 2021-ലും തീരുമാനമെടുത്തില്ലേ? അതനുസരിച്ചുകൂടെ? അപ്പോൾ നിങ്ങൾ സിനഡിന്റെ പരമാധികാരം നിരസിച്ചു. അതും പോട്ടെ, കഴിഞ്ഞ സിനഡിൽ 49 മെത്രാൻമാർ ഒപ്പുവെച്ച സർക്കുലറിൽ നിങ്ങളോട് സിനഡ് ഏകകണ്ഠമായി ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ പറഞ്ഞിട്ടും നിങ്ങൾ അനുസരിച്ചോ? ഇല്ല. കാണാത്ത അധികാരി യേശുവും കാണുന്ന അധികാരി മാർപ്പാപ്പയാണെന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞ മുണ്ടാടൻ അച്ഛൻ എന്തുകൊണ്ട് മാർപ്പാപ്പ നിങ്ങളോട് ആവർത്തിച്ചു ആഹ്വാനം ചെയ്ത ഏകീകൃത കുർബാന എന്ന ആവശ്യം അനുസരിക്കുന്നില്ല? മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം മറന്നുപോയോ? നിങ്ങൾ മൂലം സഭയിൽ നിന്നും പുറത്താകുന്ന വിമത വൈദികർ എന്തു ചെയ്യും? മറ്റു ജോലികൾ കണ്ടെത്തണോ? 6 ലക്ഷം വിശ്വാസികളുടെ പ്രതിനിധികൾ 83 പേര് മാത്രമല്ലേ നിങ്ങളുടെ കൂടെയുള്ളൂ? സിനഡിന്റെ അധികാരത്തെ എങ്ങനെ തടയാൻ സാധിക്കും? പോപ്പ് വളരെ വ്യക്തമായി പറഞ്ഞു, പുറത്തു പോയിട്ട് ധൂർത്തുപുത്രനെ പോലെ നന്നായിട്ട് തിരികെ വരാമെന്ന്. ഏതെങ്കിലും നിങ്ങൾ അനുസരിക്കൂ. സിനഡിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി വിമത പ്രവർത്തനം നടത്തുന്നവരെ പുറത്താക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് അധികാരമുണ്ട്. ആ അധികാരം ജൂലൈ 4-ന് പ്രയോഗിക്കും. അതുവരെ മാത്രമേ നിങ്ങളുള്ളൂ. അതുവരെ മാത്രം നിങ്ങളെ സഹായിച്ചാൽ മതിയല്ലോ.